ശബരിമലയിലെ അത്യാഹിതങ്ങൾക്ക് പിന്നിൽ ഗുരുതര വീഴ്ചയെന്ന് വിലയിരുത്തൽ. അടിയന്തര ആശയവിനിമയ സംവിധാനങ്ങൾ പര്യാപ്തമായിരുന്നില്ലെന്നാണ് റിപ്പോർട്ട്. 20ഓളം എമർജൻസി മെഡിക്കൽ ഹോട്ട്ലൈനുകൾ വേണ്ടെടുത്ത് ഇത്തവണ ഉണ്ടായിരുന്നത് വെറും 5 എണ്ണം മാത്രമെന്ന് പരിശോധനയിൽ കണ്ടെത്തൽ. ശബരിമല തീർത്ഥാടന കാലത്തിന്റെ ആരംഭത്തിൽ തന്നെ മുന്നൊരുക്കങ്ങളിലെ വീഴ്ച പ്രകടമായിരുന്നു. അത്യാഹിതങ്ങൾ ഉണ്ടാവുകയും അയ്യപ്പന്മാരുടെ മരണം സംഭവിക്കുന്ന നിലയിലേക്ക് സാഹചര്യങ്ങൾ എത്തുകയും ചെയ്തു. ശബരിമലയിൽ ഗുരുതരമായ അനാസ്ഥ ഉണ്ടായി എന്നതിന്റെ തെളിവുകളാണ് പുറത്തുവരുന്ന പുതിയ വിവരങ്ങൾ. മണ്ഡലകാലത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ ആവശ്യത്തിന് എമർജൻസി മെഡിക്കൽ ഹോട്ട്ലൈനുകൾ പ്രവർത്തിച്ചിരുന്നില്ല എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. മുൻ വർഷങ്ങളിൽ തീർത്ഥാടനത്തിന് ഒരാഴ്ച മുമ്പ് തന്നെ ശബരിമലയിലെ വിവിധയിടങ്ങളിലായി 20ഓളം എമർജൻസി മെഡിക്കൽ ഹോട്ട്ലൈനുകൾ സ്ഥാപിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ 5 ലൈനുകൾ മാത്രമേ സജ്ജമായിരുന്നുവെന്ന് ADMന്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ കണ്ടെത്തി. ഭക്തർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ നേരിട്ട് ആശയവിനിമയം നടത്താനും മെഡിക്കൽ സേവനങ്ങൾ എത്തിക്കാനുമുള്ളതാണ് ഹോട്ട്ലൈനുകൾ. BSNL ആണ് ഇവ സ്ഥാപിക്കുന്നത്. ഗുരുതരമായ വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി വേണമെന്ന് ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെട്ടു. എല്ലാ വർഷവും 10-23 ഹോട്ട്ലൈൻസ് പ്രവർത്തിക്കുന്നുണ്ട് ശബരിമലയിൽ. അത് സന്നിധാനത്തുണ്ട്, ബാക്കി മരക്കൊട്ടത്ത്, അതുപോലുള്ള പ്രധാനപ്പെട്ട സെൻറ്ററുകളിലൊക്കെ ഉണ്ട്. ഇത്തവണ നമുക്ക് മനസ്സിലാവുന്നത് 8 ഹോട്ട്ലൈൻസ് മാത്രമേ ഉള്ളൂ എന്നാണ്. അപ്പോൾ ഇപ്പോൾ ഈ 4 പേര് അവിടെ ശബരിമലയിൽ പല സാഹചര്യത്തിലും മരിക്കുന്ന സാഹചര്യം ഉണ്ടായി. അത് ഹോട്ട്ലൈൻസിൻ്റെ അപര്യാപ്തതയാണ് അവരുടെ മെഡിക്കൽ കെയർ കിട്ടാതിരിക്കാൻ കാരണം എന്ന ഒരു അവലോകനം ശബരിമലയിൽ ഉണ്ടായിട്ടുണ്ട് അവരുടെ മീറ്റിങ്ങിൽ. ADMൻ്റെ നേതൃത്വത്തിൽ നടത്തിയ മീറ്റിങ്ങിൽ അത്തരത്തിലുള്ളൊരു അഭിപ്രായം രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. പത്തനംതിട്ട ജില്ലയിൽ BSNLൻ്റെ ചാർജ് ഈ പാർക്കിങ്ങിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പത്തനംതിട്ട ജില്ലയ്ക്ക് പകരം അതിന് ചാർജ് കൊടുത്തിട്ടുള്ള ആളാരാണോ അദ്ദേഹം ഈ കാര്യം വേണ്ടത്ര ശ്രദ്ധിച്ചിട്ടില്ല എന്നൊന്ന് മനസ്സിലാക്കാൻ. അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായൊരു കൃത്യവിലോപം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ കൃത്യവിലോപത്തിൻ്റെ കാരണം കൊണ്ടാണ് ഈ ഒരു 4 പേരുടെ മരണത്തിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായത് എന്ന് ഗുരുതരമായൊരു ആരോപണമുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ കർശനമായ നടപടിയാണ് ഇക്കാര്യത്തിൽ എടുക്കേണ്ടതെന്നാണ് ഹിന്ദു ഐക്യവേദിക്ക് പറയാനുള്ളത്. വിവിധ സാഹചര്യങ്ങളിൽ 4 തീർത്ഥാടകർക്ക് മരണം സംഭവിച്ചു എന്നാണ് കണക്കുകൾ. ഹോട്ട്ലൈനുകൾ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഇവിടെ കാര്യക്ഷമമായി ഇടപെടാനാകുമായിരുന്നു. എന്നാൽ കർശന നിർദ്ദേശത്തിന് പിന്നാലെ ഹോട്ട്ലൈനുകൾ സ്ഥാപിച്ച് പ്രവർത്തന സജ്ജമാക്കുകയാണ് ഇപ്പോൾ. മിഥുൻ അയ്യപ്പൻ, ജനം, കൊച്ചി.